അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് ഇന്ത്യയെ നടുക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണമാണ്. ഒരുപാട് സഹോദരങ്ങളുടെ ജീവൻ പൊലിയാൻ, ഒരുപാട് ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളുടെ ജീവൻ പൊലിയാൻ ഇത് കാരണമായി. 25-ലധികം മരണങ്ങളൊക്കെ നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിൽ 20-ലധികം ആളുകൾക്ക് പരിക്കുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇനിയും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് അതിൽ. ജനറലി നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ അത് ഭീകരാക്രമണം എന്ന അർത്ഥത്തിലാണ് നടന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ്. നമ്മളുടെ മുന്നിൽ ലഭിച്ച ഇൻഫർമേഷനിൽ ഏറ്റവും ഉറപ്പിക്കാൻ പറ്റുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെട്ടു, കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യം നമ്മൾ എങ്ങനെയാണ് കാണുന്നത്? ഭീകരാക്രമണത്തിന് യഥാർത്ഥത്തിൽ മതമില്ല. അത് പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നടന്ന ഏത് ഭീകരാക്രമണത്തെ പരിശോധിച്ചാലും പലപ്പോഴും അതിന് മതപരിവേഷങ്ങൾ നൽകപ്പെടാറുണ്ട്. പക്ഷെ അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ കുറേ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ പലപ്പോഴും പ്രച്ഛന്ന വേഷധാരികളായ ഡിസ്ഗൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നമുക്ക് മനസ്സിലാകാറുണ്ട്. ഇതിന്റെ അന്വേഷണങ്ങൾ ഗവൺമെന്റാണ് നടത്തേണ്ടത്. അത് കുറ്റവാളികൾ ആരായിരുന്നാലും ശരി ശിക്ഷിക്കപ്പെടേണ്ടതാണ്. ഒരു കാരണവശാലും ഒരു മനുഷ്യർക്കും അംഗീകരിക്കാൻ കഴിയാത്ത പ്രവർത്തനമാണ് ഭീകരാക്രമണം. കാരണം നിരപരാധികളെ ആളുകൾ കൊല്ലെന്ന് പറഞ്ഞാൽ ആരും അംഗീകരിക്കാത്തൊരു കാര്യം. യുദ്ധത്തിൽ പോലും എതിർ സൈനികനെയാണ് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന ഒരാളെയാണ് അങ്ങോട്ട് ആക്രമിക്കുന്നത്. ഭീകരാക്രമണം എന്ന അർത്ഥത്തിൽ ഒരു നിലക്കും സാധൂകരിക്കാൻ കഴിയാത്ത ഒരു കർമ്മമാണ്. വെറുതെ നിൽക്കുന്ന ഒരാളെ നിരപരാധിയായിട്ട് പോയി ആക്രമിക്കുന്നു, അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം യുദ്ധത്തെക്കാൾ ഭീകരം, യുദ്ധത്തെക്കാൾ തീവ്രമായ അവസ്ഥയാണല്ലോ. അപ്പം മനുഷ്യന്റെ ഒരു ശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ആസ്വാദനത്തിന് വേണ്ടിയൊക്കെ പോകുന്ന ഈ ടൂറിസ്റ്റുകളായ ആളുകൾ, ഇപ്പൊ പെഹൽഗാം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഈ അമർനാഥിലേക്കുള്ള വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷൻ കൂടിയാണ്. 3000-ഓളം മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന സ്ഥലമാണിത്. അപ്പോൾ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ, കഴിഞ്ഞ വർഷം ഏതാണ്ട് ആ പ്രദേശത്ത് 29 ലക്ഷം ആളുകൾ കാശ്മീരി ടൂറിസ്റ്റുകളായി മൊത്തം പോയിട്ടുണ്ട്. അതിൽ ഈ പെഹൽഗാമിന് പോകാത്ത ആളുകൾ ചുരുക്കമായിരിക്കും. പെഹൽഗാം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒരു ഡെസ്റ്റിനേഷനാണ്. അപ്പൊ അങ്ങനെയുള്ള സമാധാനത്തിന്റെയും ആസ്വാദനത്തിന്റെയും കേന്ദ്രങ്ങളെ പ്രശ്നവൽക്കരിക്കുക, അവിടെ പ്രതിസന്ധികൾ ഉണ്ടാക്കുക, അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നതിന് പിറകിൽ ഈ ആളുകളെ കൊല്ലുക എന്നുള്ള ഡയറക്റ്റ് ലക്ഷ്യമാവില്ല എന്ന് ഉറപ്പാണ്. അതിന് പിറകിൽ എന്തെങ്കിലും പിന്നെ അതിന്റെ റിസൾട്ട് എടുക്കുന്ന ആളുകൾ, അതിന്റെ ബെനിഫിഷ്യറീസ് വേറെ ഉണ്ടാവും. അതാണ് അന്വേഷിക്കപ്പെടേണ്ടത്. ഈ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം, ആരാണ് ഇപ്പോൾ ഇതിന്റെ രാഷ്ട്രീയ നേട്ടം ഇന്ത്യയിൽ കൊയ്യുന്നതാണ്. നമുക്ക് ഇത്തരം പോസ്റ്റുകളുടെ കമന്റുകളിൽ കാണാൻ കഴിയുന്ന ഒരു തീവ്ര വലതുപക്ഷ ഒരു എന്താ പറയാ ഫ്രഞ്ച് എലമെന്റ്സിന്റെ ഒരു കമന്റ്സിന്റെ ഒരു ഫ്ലോ നമുക്ക് കാണാൻ കഴിയും. അതിലൂടെ അവർ പല കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്വേഷണം നിലവിൽ നടക്കാനുണ്ട്. ഇതുവരെ ആരാണ് അതിന്റെ പിന്നിൽ എന്നുള്ള കാര്യം വ്യക്തമായിട്ടില്ല, മനസ്സിലായിട്ടില്ല. എങ്കിലും നമുക്ക് നിലവിൽ ഇതിന്റെ ഒരു ബെനിഫിഷ്യറീസ് എടുക്കുന്ന ആളുകളെ കാണുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ പല ഗൂഢലക്ഷ്യങ്ങളും പിന്നിൽ ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയിക്കാൻ കഴിയുന്നതാണ്. അതെ, തീർച്ചയായിട്ടും. ഇന്ത്യയിലെ കഴിഞ്ഞകാല ഇത്തരത്തിലുള്ള ഭീകരാക്രമണ സംഭവങ്ങളുടെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ പലപ്പോഴും രാഷ്ട്രീയമാണ് ഇതിന്റെ പുറകിലെ ബെനിഫിഷ്യറീസ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഒരു 3-4 ഉദാഹരണങ്ങൾ പറയാം. ഉദാഹരണമായിട്ട് 2014 ശേഷം തന്നെ ഉണ്ടായ 2014 ഉറി ആക്രമണം ഡിസംബറിലാണ് ഉണ്ടായത്. 11 പേര് കൊല്ലപ്പെട്ടു. 2016 പത്താൻകോട്ട് വ്യോമസേന താവള ആക്രമണം, 2016 തന്നെ പിന്നെ 17 അമർനാഥ് തീർത്ഥാടക കേന്ദ്രത്തിലെ ആക്രമണം, അത് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ. 19 പുൽവാമ ആക്രമണം, 24 പിന്നെ റിയാസി തീർത്ഥാടക ആക്രമണം, ഇപ്പം പഹൽഗാം. ഇതിന്റെയൊക്കെ ഒരു നമ്മളതിന്റെ ഒരു പിന്നെ പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചാൽ അതിന്റെ റിപ്പോർട്ടുകളൊക്കെ കൃത്യമായി പുറത്തു വന്നത് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും പ്ലാൻ ചെയ്യപ്പെട്ട, പലരുടെയും അറിവോടുകൂടി പ്ലാൻ ചെയ്യപ്പെട്ട ആക്രമണങ്ങളായിരുന്നു. അതിലിപ്പോ ഏറ്റവും അവസാനം പറഞ്ഞ പുൽവാമയാണല്ലോ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ള വിഷയം. അത് എങ്ങനെ ചർച്ചയാവും എന്ന് വെച്ചാൽ അവിടുത്തെ ഗവർണറായ സത്യപാൽ മല്ലിക് തുറന്നു പറയുന്നതുകൊണ്ടാണ്. അവിടെ സത്യപാൽ മല്ലിക്കിന്റെ ഇന്റർവ്യൂവോ തുറന്നു പറച്ചിലോ ഇല്ലെങ്കിൽ അത് ഇപ്പോഴും ചർച്ചയാവില്ലായിരുന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നു, രാജ്യത്തിന്റെ പരമോന്നതനായിട്ടുള്ള നേതാവ്, ഭരണാധികാരി പോലും അറിഞ്ഞിട്ടാണ് ഈ ഒരു ആക്രമണം നടന്നത്. എന്ത് ചെയ്യുന്നു, ആ ഒരു പാർട്ടിയുടെയും ആ ഒരു വിഭാഗത്തിന്റെയും ഭാഗമായി മുന്നേ ഒരുപാട് പ്രവർത്തിച്ച
അവർ നിയോഗിച്ച ഗവർണറായിട്ടുള്ള സത്യപാൽ മല്ലിക് പറയുന്നു, ഞാൻ ഇൻഫോം ചെയ്തിരുന്നു, ഒരു പ്രശ്നമുണ്ട്, ഇങ്ങനെ ആളുകൾ കയറിയിട്ടുണ്ട്, ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ എനിക്ക് വരുന്നുണ്ട്, ഞാൻ ആക്ഷൻ എടുക്കട്ടെ? വേണ്ട, ആക്ഷൻ എടുക്കണ്ട. അത് അഥവാ മുന്നേ പ്രീ ഇൻഫോംഡ് ആയ ഒരു കാര്യം നടക്കാൻ പോകുന്ന കാര്യം പ്രീ ഇൻഫോംഡ് ആയ രീതിയിലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ വന്നത് എന്ന് പുൽവാമയിൽ അറ്റാക്കിനെ പറ്റി എന്ത് ചെയ്യുന്നു സത്യപാൽ മല്ലിക് പറയുന്നു. അവിടെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ആ പുൽവാമ അറ്റാക്കിന് ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ റിസൾട്ടിനെ ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോ എന്തിനു വേണ്ടിയിട്ടായിരുന്നു നടത്തിയിരുന്നു എന്നുള്ളൊരു കാര്യം നമുക്ക് അവിടെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അത്തരം ചരിത്രങ്ങൾ നമ്മൾ വായിക്കുന്ന സമയത്ത്, ചരിത്രങ്ങൾ മനസ്സിലാക്കുന്ന സമയത്ത് ഇത്തരത്തിൽ പല ലക്ഷ്യങ്ങളും ഇതിന് പിന്നിലുണ്ടാവുമോ എന്നൊരു സംശയത്തിനുള്ളൊരു യാതൊരു സംശയ കാര്യത്തിലില്ല. അത് നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ ഒരു 10 കാലത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഒരു പതിറ്റാണ്ട് 2 പതിറ്റാണ്ട് ഇപ്പൊ 2002 മുതൽ 2012 വരെയുള്ള ടെററിസ്റ്റ് അറ്റാക്കുകളുടെ ഒരു നിരണ്ടല്ലോ. ജയ്പൂർ ആണെങ്കിലും അക്ഷർധാം ആണെങ്കിലും അഹമ്മദാബാദ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒരു ടെററിസ്റ്റ് അറ്റാക്കുകൾ നേരെ എടുത്ത് നോക്കിയാൽ അവിടെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ന്യൂനപക്ഷത്തിലെ ആളുകളായിരിക്കും. ഇവർ ഇത് അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവിടെ ഫുൾ പ്രചരണമായിരിക്കും, ഇവർ ടെററിസ്റ്റുകളാണ്, തീവ്രവാദികളാണ്, രാജ്യത്ത് നമ്മളെ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നു, ഞങ്ങൾ ചില ആളുകൾ പ്രത്യേക ആളുകൾ ഭരണത്തിൽ വന്നാൽ മാത്രമേ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ള പ്രചരണം നടക്കുന്നു. അവസാനം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളുകൾ 8 കൊല്ലം 10 കൊല്ലമൊക്കെ തടവിലാക്കപ്പെട്ടതിന് ശേഷം അവസാനം വിധി വരുന്നു, ഇവരല്ല. ഏതായാലും ഇതില് പിന്നെ ഏജൻസികൾ അന്വേഷിക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരികയും ചെയ്യണം എന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു വികാരമാണ്, ഓരോ പൗരന്റെയും വികാരമാണ്. പക്ഷെ ഇത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ഈ മതത്തിന്റെ സാങ്കേതിക ശബ്ദങ്ങളെ ഒക്കെ ഈ അറ്റാക്കുകളോട് ചേർത്ത് വായിക്കുകയും ഈ ഭീകരവാദികൾ ആയിട്ടുള്ള ആളുകൾ അത് ഉപയോഗപ്പെടുത്തുമ്പോൾ ജയ് ശ്രീരാം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് അതൊരു അക്രമത്തിന്റെ മുദ്രാവാക്യമായി മാറിയിട്ടുണ്ട്. ഇപ്പൊ ഈ ISIS-ന്റെ ഒക്കെ പതാകയിൽ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ കാണും. അവര് മതത്തിന്റെ പിന്നെ സാങ്കേതിക ശബ്ദങ്ങളെയും ചിഹ്നങ്ങളെയും ഒക്കെ അനധികൃതമായി ഉപയോഗപ്പെടുത്തുന്ന എല്ലാ ഭീകരവാദികൾക്കും ഒരൊറ്റ ചാപ്പ മാത്രമേ കുത്താൻ കഴിയുള്ളൂ. അത് ഭീകരവാദത്തിന് മതമില്ല, അവരുടെ മതം എന്താണ്? ഭീകരവാദമാണ്, തീവ്രവാദമാണ്. അതുകൊണ്ട് ഇത് മതങ്ങളിലേക്ക് ചേർത്ത് കെട്ടുകയോ ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളിലേക്ക് ചേർത്ത് കെട്ടുകയോ ചെയ്തതിനു പകരം എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം പ്രവർത്തനങ്ങളെ അപലപിക്കുകയും പീഡിതരും മർദ്ദിതരും പിന്നെ അതിന് ഇരയായ ആളുകളുടെയും കൂടെ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ രാഷ്ട്രീയമായ താല്പര്യത്തിന് വേണ്ടി മതത്തിനെ വലിച്ചഴക്കുന്ന, അതേപോലെ തന്നെ മതങ്ങളെ അത്തരത്തിൽ ഫോക്കസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്ന ആളുകളെ അവരെ കണ്ടെത്താനും ഒറ്റപ്പെടുത്താനും ഈ സമൂഹം തയ്യാറാവണം എന്നുള്ളതാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കണ്ടിന്യൂസ് ടെററിസ്റ്റ് അറ്റാക്കുകളുടെ നിരകളെടുത്ത് പരിശോധിക്കുമ്പോൾ ചില മതവിഭാഗങ്ങളെ ഫോക്കസ് ചെയ്യുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു, അവസാനം മനസ്സിലാവുന്നു ഇവരെല്ലാം മനസ്സിലാവുന്നു. ഇവരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് നടന്നിട്ടുണ്ടല്ലോ, ഈ അറ്റാക്കുകൾ നടന്നിട്ടുണ്ട്, ഇവരല്ല ചെയ്തത്, പിന്നെ ആരാണ് ചെയ്തത്? വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റും. രാഷ്ട്രീയമായ അതിലൂടെ നേട്ടമെടുത്ത പല ആളുകളും ഇവരെ ഇരയാക്കിക്കൊണ്ട് അത് നടപ്പിലാക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു നിരയുടെ തുടർച്ചയായിക്കൊണ്ട് നമുക്ക് ബംഗാളിലുള്ള അവസാന സമരത്തിന്റെ പിന്നിൽ പോലും അത്തരത്തിലുള്ള പല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കളും അത്തരത്തിലുള്ള പല കാര്യങ്ങളുടെയും ഒരു സാധ്യത പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു തുടർച്ചയായിട്ട് ഒരുപക്ഷെ ഇത് മാറുമോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ അതായിരിക്കുമോ എന്നുള്ളതാണ് നമുക്ക് കൂടുതലും സംശയിക്കാനുള്ള ഒരു വകുപ്പായിട്ട് കാണുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമ്മെ സംബന്ധിച്ച് ഇതിനെ അപലപിക്കുക, അതെ, കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. നിരപരാധികളായ ആളുകളുടെ കൂടെ നിൽക്കുക, ഇരകളുടെ കൂടെ നിൽക്കുക, ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സമാധാന സന്ദേശങ്ങൾ നൽകുക എന്നാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം നിരപരാധിയായ ഒരു മനുഷ്യനെ ഒരാൾ വധിക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പരിപ്രശ്യത്തിൽ നിന്ന് നോക്കിയാൽ അവൻ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും കൊന്നവരെ പോലെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇസ്ലാം മാത്രമല്ല ഒരു മതവും ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഇത്തരം പിന്നെ വൃത്തികേടുകളെയും ഭീകരവാദങ്ങളെയും ചെറുക്കുക എന്നതാണ് ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്ക് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ മാനുഷികമായ ഏറ്റവും ഉന്നതമായ ദൗത്യം. മറ്റൊരു കാര്യം കൂടെ കാണേണ്ടത്, പട്ടാളക്കാരുടെ വേഷം ഉപയോഗിച്ചു, അതേപോലെ തന്നെ മതം ഏതാണെന്ന് ചോദിച്ചു വെടിവെച്ചു എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കപ്പെടുകയും ഇതിന് ശിക്ഷകൾ നടപ്പിലാക്കുമ്പോൾ പലപ്പോഴും ഇത്തരം കേസുകളിലൊക്കെ പിടിക്കപ്പെടുന്ന ആളുകൾ അവരൊക്കെ കാലവിളംബം കൂടാതെ പിന്നെ കടുത്ത ശിക്ഷകൾക്ക് വിധേയമാക്കുകയും മാതൃകാപരമായി ശിക്ഷിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളിൽ പരിഹാരം ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ള നടപടികൾ നമ്മൾ അധികാരികളും ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽ ഈ ഓരോ കാര്യങ്ങളും എന്തൊരു അജണ്ട വെച്ചാണോ അവർ ചെയ്തത്, മറ്റേ
ആർമിയുടെ വസ്ത്രം ധരിക്കുന്നതാണെങ്കിലും മതം ചോദിച്ചതാണെങ്കിലും അത്തരത്തിൽ അറ്റാക്ക് കൊല്ലപ്പെടുത്തുന്നതാണെങ്കിലും ഒക്കെ ഓരോ കാര്യങ്ങളും എന്തൊരു അജണ്ട വെച്ചാണോ ചെയ്തത്, ഇത് റൂട്ട് കോസ് മുതൽ അതിനില്ലാതാക്കുന്ന നടപടികൾ ഉണ്ടാകുന്നൊരവസ്ഥയിലേക്ക് അധികാരികൾ പോകണമെന്നുള്ളൊരു കാര്യം, അത് അങ്ങനെ തന്നെ പോകുമെന്ന പ്രതീക്ഷയിൽ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.